CP ജോണിനെതിരെ തിരുവനന്തപുരം നഗരത്തിൽ പോസ്റ്ററുകൾ. തിരുവനന്തപുരം സീറ്റ് കോൺഗ്രസ് നിലനിർത്തണമെന്നും ആളില്ലാത്ത CMPക്ക് തിരുവനന്തപുരം സെൻട്രൽ നൽകരുതെന്നുമാണ് പോസ്റ്ററിലെ ആവശ്യം. അതേസമയം തിരുവനന്തപുരം മണ്ഡലം നൽകിയാൽ മത്സരിക്കുമെന്ന് CP ജോണും വ്യക്തമാക്കുന്നു. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, പറയൂ. ശിവദാസ് കേൾക്കുന്നുണ്ടോ? CP ജോണിനെതിരെ തിരുവനന്തപുരം നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണല്ലോ. എന്താണ് അതിലെ ഉള്ളടക്കം? കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. പല സീറ്റുകളിലും ഇപ്പോൾ നേതാക്കളും അതോടൊപ്പം തന്നെ ആ പ്രദേശത്തുള്ള പ്രാദേശിക നേതാക്കളും അടക്കം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, രംഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ കീറാമുട്ടിയായി തുടരുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലും ഇത്തരത്തിൽ സീറ്റിനു വേണ്ടിയുള്ള ഒരു പിടിവലി നടക്കുന്നുണ്ട്. നിലവിൽ ഇത് CMPക്ക് നൽകണം എന്നുള്ള ഒരു ധാരണ UDF മുന്നണിയിൽ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കൾ അതിന് സമ്മതിക്കുന്നില്ല. തിരുവനന്തപുരം സീറ്റ് കോൺഗ്രസ് തന്നെ നിലനിർത്തണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുൻ മന്ത്രി കൂടിയായ VS ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വിമത യോഗം അടക്കം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ KPCC ഭാരവാഹികളും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലെ മറ്റ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും അടക്കം പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് CMPയെ മത്സരിപ്പിക്കരുത്, ആളില്ല പാർട്ടിയായ CMPക്ക് തിരുവനന്തപുരം സീറ്റ് നൽകരുത്, കോൺഗ്രസ് തന്നെ ഈ സീറ്റ് നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് അതിന് താഴെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയും പ്രതിഷേധവും അടക്കം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും ഈ ഒരു സീറ്റിൻ്റെ കാര്യത്തിലുമെല്ലാം തന്നെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. നമുക്കറിയാം K സുധാകരൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വിവാദങ്ങൾ നിൽക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും സ്വയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട എന്ന് KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഈ തിരുവനന്തപുരം സെൻട്രലിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം CMPക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിനുള്ളിൽ നിന്നും ഉയരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ CMPയുടെ നേതാവായ CP ജോൺ പറഞ്ഞിരുന്നു, തങ്ങൾ ആവശ്യപ്പെട്ടത് തിരുവനന്തപുരം സീറ്റും അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം സീറ്റും ആണ്. ഈ രണ്ട് സീറ്റും ലഭിച്ചാൽ മത്സരിക്കും, തിരുവനന്തപുരം മണ്ഡലത്തിൽ താൻ തന്നെ മത്സരിക്കും എന്ന സൂചനയും അദ്ദേഹം നൽകിയിരുന്നു. നേരത്തെ തന്നെ തത്വത്തിൽ ഇത് ധാരണയായിട്ടുണ്ട്. പക്ഷേ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. അതിൻ്റെ സൂചനകൾ കൂടിയാണ് ഇപ്പോൾ നഗരത്തിൽ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ട ഈ ഒരു പോസ്റ്ററുകൾ. രോഹിണി, ശരി, ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്.